ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുടി കൊഴിച്ചിലാണ് പ്രധാന പ്രശ്നം അല്ലേ? എവിടെ നോക്കിയാലും മുടി. തറയിൽ നോക്കിയാൽ മുടി, ബെഡിൽ നോക്കിയാൽ മുടി, ബാത്റൂമിൽ കുളിച്ചിട്ട് നോക്കുമ്പോൾ അവിടെ മുടി, എല്ലായിടത്തും മുടി. ഒടുവിൽ കണ്ണാടിയിൽ ചെന്ന് നമ്മൾ നോക്കുമ്പോൾ നെറ്റി കയറിയ ഒരവസ്ഥ, നമ്മുടെ മുടിയുടെ ഉള്ളു കുറഞ്ഞ് വളരെ തിന്നായി പോയ ഒരവസ്ഥയിൽ നമ്മൾ ചെന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് വളരെയേറെ സങ്കടം വരും അല്ലേ? സ്ത്രീകൾ വളരെ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടുവരുന്ന മുടി ഓരോ ദിവസം കഴിയും തോറും കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന അത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണല്ലേ. എന്നാൽ നിങ്ങൾ തനിച്ചല്ല കേട്ടോ ഇതുപോലെ വിഷമിക്കുന്ന, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ രൂക്ഷമായി അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട വിഷയമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ 40 വയസ്സിന് ശേഷം ഈ ഒരു പ്രശ്നം, അതായത് അമിതമായി മുടി കൊഴിയുന്ന ഒരവസ്ഥ ഫേസ് ചെയ്യുന്ന കുറേ സ്ത്രീകൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 40 വയസ്സിന് ശേഷം മുടി കൊഴിച്ചിൽ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതായത് പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ കിളിർക്കാനും സഹായിക്കുന്ന കുറച്ച് ഹെയർ പാക്കിനെ പറ്റിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഹോം റെമഡീസ് ആണ്. അതായത് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഹോം റെമഡീസ് ആണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ നമ്മുടെ ചാനലിൽ സബ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, സബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, അവരും കൂടെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം മറക്കരുത്. നമുക്കിനി ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാം. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ, ഈ വിഗ് ഉണ്ടാക്കുന്ന സ്ഥലം, അതായത് ഈ വിഗ് വാങ്ങിയ സ്ഥലം എവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കും വാങ്ങിക്കണമെന്നുണ്ട്, അവിടെ പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പയ്യൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് വിഗൊന്നുമല്ല കേട്ടോ, ഒറിജിനൽ മുടി തന്നെയാണ്. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വിഗ് അന്വേഷിച്ച് നടക്കേണ്ട കാര്യം വരത്തില്ല. നമ്മുടെ മുടിയെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. നല്ല കട്ടിയിൽ, നല്ല ആരോഗ്യത്തിൽ, നല്ല കറുത്ത കളറിലുള്ള മുടി നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ അമിതമായ മുടി കൊഴിച്ചിലെന്ന് പറയുന്നത് സ്ത്രീകളുടെ ആത്മവിശ്വാസത്തെ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തില് സ്ത്രീകളിൽ മുടി കൊഴിയുന്നതിന് കാരണങ്ങൾ പലതാണ്. അപ്പോൾ ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തെ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് ആണ്. അതായത് ഈസ്ട്രോജന്റെ കുറവ് മൂലം നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകാനെല്ലാം ചാൻസ് ഉണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനിന്റെ കുറവ്, അതുപോലെ തന്നെ വൈറ്റമിൻ B12, സിങ്ക്, പ്രോട്ടീൻ എന്നിവയുടെ കുറവ്. ഈ കാരണങ്ങളെല്ലാം നമ്മുടെ മുടി കൊഴിച്ചിലിന് കാരണമാകും കേട്ടോ. അതുപോലെ തന്നെ 40 വയസ്സിന് ശേഷം ഉള്ളവർക്കാണെങ്കിൽ സ്ട്രെസ് കൂടുന്നത് കാരണം നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകാം. അതായത് മിഡ് ലൈഫ് ക്രൈസിസ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു 40 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മധ്യഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? ഈ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്? ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട്? ഇങ്ങനെ പല പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. ഈ ചിന്തകളൊക്കെ ഒരു വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും കേട്ടോ. ഇതൊക്കെ അമിതമായിട്ട് ചിന്തിച്ച് നമ്മുടെ സ്ട്രെസ്സിന്റെ ലെവൽ കൂടുകയും അങ്ങനെ നമ്മുടെ മുടി കൊഴിച്ചിൽ അത് കൂടാനും കാരണമാകും. അതുപോലെ തന്നെ തൈറോയ്ഡ് പ്രശ്നമുള്ളവർക്ക്, PCOD പ്രശ്നമുള്ളവർക്ക്, അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അമിതമായി മുടി കൊഴിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ലാതെ തന്നെ നമ്മുടെ മുടി കൊഴിയുന്നുണ്ടെങ്കിൽ ആ മുടി കൊഴിച്ചിൽ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ആ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ശരീരമാണ്, നമ്മുടെ മുടിയാണ്, അതുകൊണ്ട് നമ്മൾ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെ, അതായത് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഹോം റെമഡീസ് ചെയ്തെടുക്കാവേ. അപ്പം നമ്മൾ ഈ ഹോം റെമഡി ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിനകത്ത്, അതല്ലെങ്കിൽ നമ്മുടെ കയ്യത്തും ദൂരത്തുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് അധികമായിട്ട് ചിലവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഇത് 100% നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് തരുന്ന ഹെയർ പാക്കുകൾ കൂടിയാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മുടിയിൽ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ട്, പുതിയ ബേബി ഹെയർസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മസാജാണ്. അതായത് ഒരു ഹെയർ ഓയിൽ മസാജാണ്. ഈ ഒരു ഓയിൽ മസാജ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് കാസ്റ്റർ ഓയിലാണ്. 1 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിലാണ് വേണ്ടത്. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, അല്ല എങ്കിൽ ആൽമണ്ട് ഓയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒരു 2-3 ഡ്രോപ്പ് റോസ്മേരി എസൻഷ്യൽ ഓയിലും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് ഇത് മൂന്നും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിലും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് മസാജ് കൊടുക്കാം. ഇത് കുളിക്കാൻ പോകുന്നതിന് ഒരു മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മുന്നെയാണ് ഈ ഹെയർ ഓയിൽ മസാജ് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട്, അരമണിക്കൂർ നമ്മളിത്
ഹെയറിൽ ഇട്ടേക്കണം, അതായത് സ്കാൽപ്പിൽ ഇട്ടേക്കണം. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെയർ പാക്ക് ഉണ്ട്. ആ ഹെയർ പാക്കിന് എന്തൊക്കെ ആവശ്യമായിട്ട് വരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു സവാള, ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കാം. അപ്പം നമ്മുടെ സവാളയിൽ സൾഫർ കണ്ടന്റ് ധാരാളം ഉണ്ട് കേട്ടോ. ഈ സൾഫർ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാനും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ കിളിർക്കാനും എല്ലാം സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ സവാളയിലെ സൾഫർ. അപ്പോൾ നമ്മൾ ഈ സവാള അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു അലോവേരയുടെ ലീഫ്, അത് നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉള്ള ലീഫ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിലൊരു നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മഞ്ഞ സൊല്യൂഷൻ ഉണ്ട്, അത് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ മഞ്ഞ സൊല്യൂഷൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് അത് അലർജി ഉണ്ടാക്കും. അതുകൊണ്ട് ആ മഞ്ഞ സൊല്യൂഷനും മാറ്റി നമ്മുടെ ജെല്ല് മാത്രം എടുക്കുക. ഇലയുടെ പുറത്തുള്ള പച്ച കളർ അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അരച്ചെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇത് നമുക്ക് അരിച്ചെടുക്കണം. അരിച്ചെടുത്താൽ മാത്രമേ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് നല്ല സ്മൂത്തായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ല എങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കുളിച്ചൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് പൊടിയും തരിയൊക്കെ നമ്മുടെ മുടിയിലിരിക്കും. അത് ഒരു വേസ്റ്റ് പോലെ നമ്മുടെ തലയിലിരിക്കും. അത് നമുക്കൊരു ഇറിറ്റേഷൻ, അതായത് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ, വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഓക്കെ നമുക്ക് കുഴപ്പമില്ല, അരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരാൾ നമ്മുടെ തലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തോ തലയിലിരിക്കും പോലെ തോന്നും. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമ്മൾ ഈ അരിച്ചെടുത്ത മിക്സിലേക്ക് ഒരു എഗ് യോക്കും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുളിക്കുന്നതിന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ മുന്നെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഹെയർ ഓയിൽ മസാജ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഹെയർ പാക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാവുന്നതാണ്. ഈ ജലദോഷം കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ ഇട്ടേക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് ആഡ് ചെയ്ത എഗ് യോക്കിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എത്രത്തോളം നമ്മുടെ മുടിയുടെ വളർച്ച അത് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്. ഈ ഹെയർ പാക്ക് എന്ന് പറയുന്നത് വളരെയധികം റിസൾട്ട് തരുന്ന, അതായത് നല്ല പോസിറ്റീവ് റിസൾട്ട് തരുന്ന ഒരു ഹെയർ പാക്കാണ്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 2 അല്ലെങ്കിൽ 3 ദിവസമെങ്കിലും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഇതിൽ എഗ് യോക്ക് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാംപൂസ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് തന്നെയാണ് ഇതിന് തിരഞ്ഞെടുക്കേണ്ടത്. അല്ല എങ്കിൽ നമുക്ക് നാച്ചുറൽ താളീസ് ഉപയോഗിച്ചും കഴുകാവുന്നതാണ്. പക്ഷേ കഴുകുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്ക് അല്ലേ. അടുത്ത രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ജിഞ്ചർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ്. നമ്മുടെ ഇഞ്ചി എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുകൊണ്ട് നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും നമ്മുടെ സ്കാൽപ്പിലെ ഇൻഫ്ലമേഷൻ ഒക്കെ കുറച്ചിട്ട് മുടി നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ ഇഞ്ചി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്ക്. മാത്രമല്ല നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് മൂലമുണ്ടാവുന്ന മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും ഈ ഒരു ഹെയർ പാക്ക് സഹായിക്കും. നമ്മുടെ ജിഞ്ചർ വെച്ചിട്ട്, അതായത് ഇഞ്ചി വെച്ചിട്ട് ഒരു ഹെയർ പാക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മുടിയിലെ, അതായത് നമ്മുടെ സ്കാൽപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക. അത് നല്ലവണ്ണം ചെത്തി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയുടെ ജാറിലാക്കി നമ്മുടെ ഇഞ്ചി അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. നമ്മൾ നല്ലവണ്ണം അരച്ചെടുത്തതിന് ശേഷം ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അരിച്ചെടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ നല്ലെണ്ണ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇതും നമ്മുടെ മുടിയുടെ വളർച്ചയെ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. അതിനോടൊപ്പം മുടി കൊഴിച്ചിൽ കുറച്ച് നമ്മുടെ പുതിയ ഹെയർ ഫോളിക്കിളൊക്കെ വരാനും ഹെയർ ഫോളിക്കിളിന്, അതായത് മുടി വേരുകളെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഇത്. അടുത്തൊരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ അശ്വഗന്ധ പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. ഈ അശ്വഗന്ധ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ആയുർവേദ ഷോപ്പുകളിൽ ലഭ്യമാകുന്ന ഒന്നാണ്. നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ കിട്ടിയില്ല എങ്കിൽ ഓൺലൈനിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ധാരാളം കാണാൻ പറ്റും. അത് നമുക്ക് ഓർഡർ ചെയ്ത് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഈ അശ്വഗന്ധ പൗഡറും നമ്മുടെ മുടിയുടെ വളർച്ചയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ കോർട്ടിസോളിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക ഈ അശ്വഗന്ധ പൗഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ PCOD, മെനോപോസ്, നമ്മുടെ പോസ്റ്റ് പാർട്ടം എന്നീ പ്രശ്നങ്ങളൊക്കെ ഹോർമോൺ ചേഞ്ചസ് കാരണമാണ് ഉണ്ടാവുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അശ്വഗന്ധ പൗഡർ ഹെൽപ്പ് ചെയ്യുകയെ. നല്ല ഉറക്കം കിട്ടാനും നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനും അങ്ങനെ നമ്മുടെ
ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് നമ്മുടെ ഹെയറിന്റെ ഗ്രോത്തിനെ അത് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ അശ്വഗന്ധ പൗഡർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 2 ടീസ്പൂൺ അശ്വഗന്ധ പൗഡർ ആഡ് ചെയ്യുക, അതിലേക്ക് ഒരു സ്പൂൺ അലോവേര ജെൽ ആഡ് ചെയ്യുക, അതിലേക്ക് 1 സ്പൂൺ ഹണി കൂടെ ആഡ് ചെയ്ത് വീണ്ടും അതിലേക്ക് 1 സ്പൂൺ തൈര് ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് 1 സ്പൂൺ നമ്മുടെ ഒലീവ് ഓയിലോ ആൽമണ്ട് ഓയിലോ ഏതെങ്കിലും ഒന്ന്, നമുക്ക് ഏതാണോ ഇപ്പം കിട്ടുന്നത് അതിൽ ഏതെങ്കിലും ഒന്ന്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിലേക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് ഇതിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന ഹണി ആയാലും ആൽമണ്ട് ഓയിൽ ആയാലും ഒലീവ് ഓയിൽ ആയാലും അതുപോലെ തന്നെ നമ്മുടെ അശ്വഗന്ധ പൗഡർ ആയാലും തൈരായാലും ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെയർ ഫോളിക്കിള് നല്ല രീതിയിൽ ആരോഗ്യമുള്ളതോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഐറ്റംസ് ആണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഷാമ്പൂസ് ഉപയോഗിക്കുന്നവർക്ക് ഷാമ്പൂസ് ഉപയോഗിക്കാം, അല്ല എങ്കിൽ നമ്മുടെ നാച്ചുറൽ താളി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാച്ചുറൽ താളീസ് ഉപയോഗിച്ചിട്ടും കഴുകിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മുടി പൊട്ടുന്നത് തടയാനും മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബേബി ഹെയർസ് വരാനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കും കൂടെയാണ്. നമുക്ക് ബെസ്റ്റ്, അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 7-8 ചെമ്പരത്തി പൂവാണേ. അപ്പോൾ ചെമ്പരത്തി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വീട്ടിലും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ചെമ്പരത്തി ഇല. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയെല്ലാം അത് ഹെൽപ്പ് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. പണ്ട് മുതുമുത്തശ്ശിമാർ പോലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അതായത് മുടിയുടെ വളർച്ചയെയും മുടി കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ചെമ്പരത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു 7-8 ചെമ്പരത്തി പൂ എടുക്കുക, അതിലേക്ക് 1 പിടി കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് മിക്സിയുടെ ജാറിൽ നല്ലവണ്ണം അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം കറിവേപ്പില നമ്മുടെ മുടിയുടെ വളർച്ചയെ എത്രമാത്രം സഹായിക്കുന്നു എന്ന് പറഞ്ഞു തരേണ്ട കാര്യമല്ല. നമ്മുടെ മുടിയെ വളർച്ചയെ സഹായിക്കും, അതുപോലെ തന്നെ മുടി നല്ല കട്ട കറുപ്പിൽ കാണാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കറിവേപ്പ്. അപ്പോൾ ഇത് നമ്മൾ അരച്ച് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട്, എല്ലാ ഹെയർ പാക്കും 1 മണിക്കൂർ നമുക്ക് വച്ചേക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം. ഇത് നമ്മുടെ തല കഴുകാനായിട്ട് ഷാമ്പൂസ് ഉപയോഗിക്കുന്നവർക്ക് ഷാമ്പൂസ് ഉപയോഗിക്കാം. പിന്നെ ഒരു കാര്യം, നമ്മളിത് ചെമ്പരത്തി ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഷാമ്പു ഉപയോഗിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ നോർമൽ വെള്ളത്തിൽ കഴുകുമ്പോൾ നല്ല രീതിയിൽ, അതായത് നമ്മുടെ ഇല അരച്ചിട്ടാണല്ലോ നമ്മൾ തലയിലേക്ക് ഇടുന്നത്, അപ്പോൾ ഈ ഇലയെല്ലാം നല്ല രീതിയിൽ പോകാൻ കണക്കിന് വേണം നമ്മൾ തല കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഹെയർ പാക്ക് എല്ലാ ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ 3 ഹെയർ പാക്കാണ് നമ്മൾ ഇപ്പം പരിചയപ്പെട്ടത്. അപ്പോൾ ഈ ഹെയർ പാക്ക് എല്ലാം നല്ല രീതിയിൽ നമുക്ക് മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹെയർ പാക്കുകളാണ്. ഒരു കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, നമ്മൾ ഹെയർ പാക്കുകൾ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്കാൽപ്പിൽ തങ്ങി നിൽക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഷാമ്പു ഉപയോഗിച്ചാലും കുഴപ്പമില്ല, കഴുകുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഹെയറിൽ, അതായത് നമ്മുടെ ഹെയർ റൂട്ട്സിൽ, സ്കാൽപ്പിൽ നമ്മുടെ ഹെയർ പാക്കിൻ്റെ അവശിഷ്ടങ്ങളൊന്നും തങ്ങി നിൽക്കാത്ത രീതിയിൽ വേണം കഴുകി കളയാൻ വേണ്ടിയിട്ട്. നമ്മൾ നല്ല രീതിയിൽ കഴുകി കളഞ്ഞില്ല എങ്കിൽ ഈ വേസ്റ്റ് എല്ലാം നമ്മുടെ സ്കാൽപ്പിൽ അടിഞ്ഞു കൂടിയിട്ട് ആ ഹെയർ ഫോളിക്കിളെല്ലാം അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ഹെയർ ട്രീറ്റ്മെൻറ്റോ ഹെയർ പാക്കോ എന്ത് അപ്ലൈ ചെയ്തിട്ടും നമുക്കത് ഉള്ളിലേക്ക് കടക്കത്തില്ല. ആ ഹെയർ ഫോളിക്കിൾ തടഞ്ഞു വയ്ക്കും. അപ്പോൾ നമ്മൾ ഹെയർ ഫോളിക്കിൾ തുറന്നിരുന്നാൽ മാത്രമല്ലേ നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും അത് ഉള്ളിലേക്ക് പോയി നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നമ്മളത് നല്ല രീതിയിൽ കഴുകി കളയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ കഴുകി കളഞ്ഞില്ല എങ്കിൽ മുടി വളരുന്നതിന് പകരമായിട്ട് മുടി അമിതമായിട്ട് കൊഴിയാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെയർ പാക്കെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 ദിവസം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയ ഹെയർ റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.